മുഖ്യമന്ത്രി പിണറായി വിജയൻ 18ാം ലോക്സഭയുടെ തെരഞ്ഞെടുപ്പിൽ LDF അമ്പയെ പരാജയപ്പെട്ടതിൻ്റെ പിന്നാലെ അദ്ദേഹത്തിനെ ഒരിക്കൽ പോലും നേരിട്ട് ദർശിക്കാൻ ധൈര്യപ്പെടാത്ത ജില്ലാ ഘടകങ്ങൾ അല്ലെങ്കിൽ രണ്ടാം നിര നേതാക്കന്മാരെല്ലാം തന്നെ ശക്തിയുക്തം അവരെല്ലാം കൂടെ ഒന്നടങ്കം എല്ലാ ജില്ലാ ഘടകങ്ങളും മുഖ്യമന്ത്രി പേരെടുത്ത് അദ്ദേഹത്തിൻ്റെ അഴിമതിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തെക്കുറിച്ച്, ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തെക്കുറിച്ചൊക്കെ തന്നെ എടുത്തെടുത്ത് ആവർത്തിച്ച് അക്കമിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നു. അതിൽ ഏറ്റവും ശക്തമായി വിമർശിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലാ ഘടകമാണ്. അതിന് അന്നത്തെ കൊല്ലം ജില്ലാ ഘടകത്തിൻ്റെ കഴിഞ്ഞ ആഴ്ച നടന്ന കൊല്ലം ജില്ലാ ഘടകത്തിൻ്റെ മീറ്റിങ്ങിൽ യഥാർത്ഥത്തിൽ അന്ന് അവിടെ ശ്രീ MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ആയിരുന്നു അതിന് അവിടെ ഉണ്ടായിരുന്നത്. പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു വളരെ ക്രിയാത്മകമായ ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട് എന്ന് അതിനെ ആരെ തൃപ്തിപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ അണികളെ, ഈ രണ്ടാം നിരക്കാരെ, ഈ പിണറായിക്കെതിരെ പ്രതിഷേധിക്കുന്ന രണ്ടാം നിരക്കാരെ സമാധാനിപ്പിക്കാനാണോ, പിണറായിയെ തൃപ്തിപ്പെടുത്താനാണോ എന്നറിയാത്ത രീതിയിൽ ഉള്ള എങ്ങും തൊടാത്ത ഒരു കമൻറ്റ് പറഞ്ഞ് അദ്ദേഹം അവിടുത്തെ റിപ്പോർട്ടിനെ അവഗണിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാലും ഇന്നലെ വരെ ഈ കഴിഞ്ഞ 8 വർഷം പിണറായി പാർട്ടി സെക്രട്ടറിയായി 10-17 വർഷം പ്രവർത്തിക്കുകയും തുടർന്ന് അധികാരവും കൂടെ കൈകാര്യം ചെയ്തതിന് ശേഷം ഒരിക്കൽ പോലും മുന്നോട്ട് വരാൻ ധൈര്യം കാണിക്കാത്ത, വിമർശിക്കാൻ ധൈര്യം കാണിക്കാത്ത, പിണറായിയുടെ ഒരു ശൈലിയും അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും പുറത്തു പറയാതിരുന്ന എല്ലാ ജില്ലാ ഘടകങ്ങളും, എല്ലാ രണ്ടാം നിരക്കാർ നേതാക്കന്മാരും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അവർ വിമർശിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് സംഭവങ്ങളെ എല്ലാം തന്നെ കോട്ട് ചെയ്തുകൊണ്ട് അവർ വിമർശിക്കുന്നു. ഇതിന് പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, പിണറായിയുടെ കാലം കഴിഞ്ഞാൽ, ഈ സർക്കാർ കഴിഞ്ഞാൽ പിണറായിയുടെ രാഷ്ട്രീയത്തിലുള്ള ഒരു പ്രസക്തി നഷ്ടപ്പെടും. അങ്ങനെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് രണ്ടാം നിരക്കാരോ അല്ലെങ്കിൽ ഇപ്പോൾ പിണറായിക്ക് കീഴിൽ നിൽക്കുന്ന, തൊട്ടടുത്ത് നിൽക്കുന്ന അധികാരത്തിലുള്ള പാർട്ടിയുടെ അധികാരം കൈകാര്യം ചെയ്യുന്ന നേതാക്കന്മാർക്കോ പോലും ജനങ്ങളുടെ മുന്നിൽ ചെന്ന് രാഷ്ട്രീയം പറയാൻ, CPMൻ്റെ രാഷ്ട്രീയമോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമോ LDF രാഷ്ട്രീയമോ പറയാൻ കഴിയില്ല. ഇനി ഈ ഔദ്യോഗിക വേഷം, ഈ പാർട്ടി മെമ്പറാണ്, പാർട്ടി നേതാവാണ് എന്ന് പറഞ്ഞുള്ളൊരു ഔദ്യോഗിക വേഷം പറഞ്ഞ് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലെത്തിയിരിക്കുന്നു. അവരുടെ ജീവിതം വഴിമുട്ടിയ ഒരു സാഹചര്യത്തിലാണ് ഈ രണ്ടാം നിരക്കാർ അല്ലെങ്കിൽ ജില്ലാ ഘടകങ്ങളെല്ലാം തന്നെ എമർജ് ചെയ്തിരിക്കുന്നവരെല്ലാം ഉയർന്നു വന്നിരിക്കുന്നു. പിണറായിക്ക് ഇതിനെല്ലാം തന്നെ മറുപടി പിണറായി ഇന്ന് വരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹം എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞതായിട്ട് അറിയില്ല. പോളിറ്റ് ബ്യൂറോയിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞതായിട്ട് അറിയില്ല. സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എന്തെങ്കിലും പറഞ്ഞതായിട്ട് അറിയില്ല. അദ്ദേഹം ഇപ്പോഴും നിശബ്ദനാണ്. അദ്ദേഹം ചെയ്തു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ അകൃത്യങ്ങൾക്കും എപ്പോഴും വിമർശനം ഉണ്ടാകുമ്പോഴും കേസുകൾ വരുമ്പോഴും അദ്ദേഹം ഒരിക്കലും പ്രതികരിക്കാറില്ല. അതുപോലുള്ള നിശബ്ദത, അതാണ് മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഷ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇപ്പോൾ പാർട്ടി നേതാക്കൾ തന്നെ അത് പറയുന്നു. അത് മുഖ്യമന്ത്രി പിണറായിയെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിന് നേരിട്ട് തന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. ഇത് പാർട്ടിയിൽ CPMൽ കോളിളക്കം സൃഷ്ടിക്കില്ലെങ്കിൽ പോലും CPMൽ ഈ നേതൃമാറ്റത്തിൻ്റെ ഒരു സ്വരം യഥാർത്ഥത്തിൽ ഏറ്റവും താഴെത്തട്ട് മുതൽ മേളറ്റം വരെ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.